കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 31. ഖട്വാംഗനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമഃ. എന്താ അറിയോ, ഇതിൽ ഭഗവാന്റെ പരസ്പര വിരുദ്ധങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന ലീലകളെ പറ്റി പറയുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇന്ദ്രദ്യുമ്നന് പാവം ഒരു ജന്മം കൂടിയും ആനയായി ജന്മെടുത്ത 1000 സംവത്സരം ആ മുതലയുടെ വായയിൽ കാലിട്ട് ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നു അല്ലേ, 1000 കൊല്ലം. അത് കഴിഞ്ഞിട്ടാണ് ഈ പൂർവ്വ ജന്മസ്മരണം കൊണ്ട് പിന്നെ പൂവറുത്ത് ചാർത്തിയപ്പോൾ ഗരുഡാരൂഢനായിട്ട് ഭഗവാൻ വന്ന് പിടിച്ച് കയറ്റി ചക്രം കൊണ്ട് ഈ മുതലയ്ക്കും ശാപമോക്ഷം കൊടുത്തു, ഇന്ദ്രദ്യുമ്നും സാരൂപ്യമോക്ഷം കൊടുത്ത് കൊണ്ടുപോയി എന്നും കണ്ടൂല. പക്ഷെ കുറേ കാലം വേണ്ടി വന്നു. അപ്പോൾ ഇതിലെന്താ അറിയോ പറയണത്, ഇതിൽ ഖട്വാംഗൻ എന്നുള്ള രാജാവിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഖട്വാംഗൻ എന്ന് പറഞ്ഞാൽ ഖട്വാംഗൻ എന്ന് പേരുള്ള അതന്നെ പേജ് മറന്നു ഞാൻ. അതെ, ഖട്വാംഗൻ എന്ന് പേരുള്ള ഒരു ധരണീശന്നു. ധരണീശൻ എന്ന് പറഞ്ഞാൽ ധരണിയുടെ മുഴുവൻ ഈശൻ എന്താ, ഈ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തി. സൂര്യവംശത്തിൽ രാജാവാണ് കേട്ടോ ഇദ്ദേഹം. ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിക്ക് നീ മീൻസ് ഹേ ഭഗവാനെ അങ്ങ് മുഹൂർത്തേന 2 നാഴികയുടെ ഉള്ളിൽ എന്താ ഗതി കൊടുപ്പാനും മോക്ഷം കൊടുപ്പാനും അങ്ങനെ എന്തു വിധി എന്ന്. അതായത് എത്ര അന്യായമാണെന്ന് തോന്നുന്നു. അതായത് ഈ ഇന്ദ്രദ്യുമ്നന് 1000 കൊല്ലം കിടക്കേണ്ടി വന്നു, ഒരു ജന്മം കൂടി എടുത്ത് 1000 കൊല്ലം കിടക്കേണ്ടി വന്നു കിട്ടാൻ. അതേസമയം ഖട്വാംഗന് ഒരു മുഹൂർത്തം 2 നാഴിക 1.5 മണിക്കൂർ അത്രേ. അത് ഇതിലെന്ത് ന്യായമുള്ളത്? നിൻ കളികൾ, ഈ ഭഗവാന്റെ ലീലകളുണ്ടല്ലോ, ഇതുപോലെ ശരിക്കും ന്യായാന്യായങ്ങൾ നോക്കാതെയാണ്, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമാണെന്ന് തോന്നാൻ തൊക്കോണാണല്ലോ അങ്ങയുടെ ലീലകൾ. അൺഫെയർ എന്ന് പോലും നമുക്ക് തോന്നും. ഇത് ശരിയായില്ല എന്ന് തോന്നത്തക്ക വിധം പല ലീലകളും കാണിക്കുന്നുണ്ടല്ലോ. ഒട്ടല്ല, അങ്ങനെ ഒരു ലീലയൊന്നുമല്ല, അനവധി ലീലകൾ. ഇത്തരം പരസ്പര വിരുദ്ധമായിട്ടുള്ള ലീലകൾ കുറേ പറയുകയാണ് വെച്ചാൽ. പിന്നെ നാരായണായ നമഃ മീൻസ് എനിക്ക് ഈ ഖട്വാംഗനെ പോലെ എനിക്കിതൊന്നും അറിയില്ല, എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും അറിയില്ല. എനിക്ക് ഖട്വാംഗനെ പോലെ വേഗം ഒന്ന് മോക്ഷം തരണേ എന്ന് പറയാമെന്ന് വേണമെങ്കിൽ പറയാം. നാരായണായ നമഃ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കിതൊന്നും അറിയില്ല, മനസ്സിലാവില്ല എന്നുള്ളൊരു ഒരു ധ്വനിയാണ് കേട്ടോ അത്. അപ്പോൾ പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്യുമ്നന് മറ്റൊരാനയുടെ ജന്മെടുത്ത് 1000 സംവത്സരം മുതലയുടെ കടി ഏറ്റിട്ട് കിട്ടിയതിന് ശേഷമാണല്ലോ മോക്ഷം കിട്ടിയത്. അത്ര കാലമൊക്കെ ഭജിച്ചാലേ മോക്ഷം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഈ ഖട്വാംഗൻ എന്ന രാജാവിന് വേഗം ഇങ്ങോട്ട് കൊടുത്തു. അതാണ് ഈ ശ്ലോകത്തിലെ ഖട്വാംഗൻ്റെ കഥ. എന്താ വെച്ചാൽ ഖട്വാംഗന് ഖട്വാംഗൻ എന്ന് പറഞ്ഞ മഹാരാജാവ് വളരെ കേമനാണ്. അദ്ദേഹം ദേവന്മാരൊരിക്കൽ അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ സഹായത്തിനായിട്ട് വിളിച്ചു. അപ്പോൾ അവിടെ പോയി അവരെ സഹായിച്ചു, അസുരന്മാരെ തോൽപ്പിക്കാൻ സഹായിച്ചു. അപ്പോൾ ദേവന്മാർക്കുള്ള സന്തോഷമായി. എന്ത് വരാ വേണ്ട ചോദിച്ചു. അപ്പോൾ ഖട്വാംഗൻ പക്ഷേ അപ്പം തന്നെ ഈ ദേവന്മാരിൽ നിന്ന് അറിഞ്ഞു. എന്താ അറിയോ, ഖട്വാംഗൻ സ്വർഗത്തിൽ പോയി അസുര നിഗ്രഹത്തിന് ദേവന്മാരെ സഹായിച്ചു. അപ്പോൾ ദേവന്മാർ സന്തോഷിച്ച് വരം നൽകിയെന്ന് പറഞ്ഞില്ലേ, വരം നൽകാമെന്ന് പറഞ്ഞു. എന്താ വേണ്ട ചോദിച്ചു. പക്ഷെ അത് പറയണതിൻ്റെ ഒപ്പം ദേവന്മാർ പറഞ്ഞു, തനിക്ക് ഇനി 2 നാഴിക ആയസ്സുള്ളൂ എന്ന് പറഞ്ഞു. ഒരു മുഹൂർത്തം 2 നാഴിക ആയസ്സുള്ളൂ എന്നും കൂടി പറഞ്ഞു. എന്നിട്ട് എന്ത് വരാ വേണ്ട ചോദിച്ചു. അപ്പം അങ്ങോട്ട് വൈരാഗ്യം വന്നു ഖട്വാംഗന്. വേഗം എനിക്ക് ഒരു വരവും വേണ്ട, എനിക്ക് 2 നാഴിക ജീവിക്കാനുള്ളൂ വെച്ചാൽ എനിക്ക് 100 വരവും വേണ്ട, ലൗകികമായിട്ടുള്ള
ഇതിലുള്ള ഒരു ആസക്തി എനിക്കില്ല എന്ന് പറഞ്ഞ് വേഗം ഭൂമിയിൽ വന്നിട്ട് ആ 2 നാഴിക മനസ്സടക്കി ഏകാന്ത ഭക്തിയോടെ ഭഗവാനെ സ്മരിച്ചു. അപ്പോഴോ മുക്തിയും കിട്ടി. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. കഴിഞ്ഞതിൽ പറഞ്ഞു എത്ര സമയം കിട്ടി. ഇപ്പോൾ ഖട്വാങ്കിന് എത്ര വേഗം കൊടുത്തത് മുക്തി. അതാണ് ഏകദേശം പറഞ്ഞത്. ഓരോരുത്തരോടും ഓരോ പോലെയാണ്. അപ്പോൾ നമ്മൾ തന്നെ എത്ര കഥകൾ കണ്ടിട്ടുണ്ട്. ഇന്ദ്രദ്യുമ്നൻ്റെ കണ്ടു, പാണ്ഡ്യരാജാവിൻ്റെ. പിന്നെ ധ്രുവൻ്റെ നമ്മൾ കണ്ടു 6 മാസം കൊണ്ട്, അല്ലേ? പിന്നെ പരീക്ഷത്തിന് നമ്മൾ കണ്ടു 7 ദിവസം കൊണ്ട്. പിങ്കളയ്ക്കോ നമ്മൾ ആ 24 ഗുരുക്കന്മാരിൽ പിന്നെ ഒരു ഗുരു പിങ്കളയാണല്ലോ. പിങ്കളയ്ക്കോ ആ വേശ്യ ഒരു അർദ്ധരാത്രി വരെ ആൾക്കാരെ കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണല്ലോ നിരാശയൊക്കെ വന്നത്. ആ ഒരു പകുതി രാത്രി കൊണ്ട് കിട്ടി പിങ്കളയ്ക്ക്. അങ്ങനെ ഓരോരുത്തർക്ക് ആ സമയത്തിനൊന്നും ഒരു ഉറപ്പില്ല. ഓരോരുത്തർക്കും ഓരോ പോലെയാണ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് ആലോചിക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ. ഇതിന് കാരണവും എനിക്കറിയില്ല എന്ന് പറയുകയാണ് പിന്നെ എഴുത്തച്ഛനെ. അതായത് ഇതിൻ്റെ പിന്നിലൊക്കെ ഓരോരുത്തരുടെയും പൂർവ്വജന്മ സുഹൃത ദുഷ്കൃതങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല അവരുടെ സംസ്കാരവും വാസനയും അവരുടെ ഭക്തിയുടെ തീവ്രതയും ആത്മാർത്ഥതയും ഒക്കെ ഈ വ്യത്യാസങ്ങൾക്കൊക്കെ കാരണമാവും. ഒന്നും നമുക്കറിയില്ല. നമ്മൾ ഒരു ജീവിത പ്രവാഹമാണല്ലോ. അനവധി ജന്മങ്ങളുണ്ട്. അപ്പോൾ ബഹുജന്മങ്ങളുള്ള ഒരു പ്രവാഹമാണ്, ഒരു പുഴയാണത്. അപ്പോൾ നമുക്ക് ഇപ്പം തൽക്കാലം ഒഴുകണ ഭാഗം മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഭഗവതിച്ഛയെ അളക്കാൻ നമ്മുടെ ഇപ്പോഴുള്ള അറിവ് വെച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണ ആ അളവുകോല അല്ലെങ്കിൽ ആ മെഷറിങ് സ്കെയില് കൊണ്ട് ഭഗവാന്റെ ഇച്ഛയെ അളക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ അറിവ് അത്ര കുറവാണ്. ഇപ്പോൾ ഒരു അനവധി ജീവിതം ഒരു പസിലാണല്ലോ. ആ പസിലിൻ്റെ ഓരോ കഷ്ണം ഓരോ ദിക്കിലാണ് പോവുക എന്നുള്ളത് ആ പസിൽ ഉണ്ടാക്കി ഭഗവാനെ അറിയുള്ളൂ, അല്ലേ? അതുപോലെ ബഹുജന്മങ്ങളുള്ള ഒരു പുഴയാണത്. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം അപ്പം നമ്മൾ ഒഴുകണ ഭാഗം മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഭഗവതിച്ഛയെ അളക്കാൻ നമ്മുടെ ഇന്നുള്ള അറിവ് വെച്ചിട്ടുള്ള അളവുകോലൊന്നും പറ്റില്ല. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, പിന്നെ ഭഗവാൻ അപ്രത്യക്ഷ ഒക്കെ ഉണ്ടല്ലോ, അനുഗ്രഹം. ഇതൊക്കെ ഭഗവാന്റെ ലീലകളൊന്നും ആർക്കും നിഷേധിക്കാനോ ചോദ്യം ചെയ്യാനോ സാധിക്കില്ല. അതിൽ നമ്മുടെ കർമ്മബന്ധനങ്ങളും പിന്നെ പ്രാരബ്ധ കർമ്മങ്ങൾ, അതായത് ആ കർമ്മം അങ്ങനെ സഞ്ചിത കർമ്മത്തിൽ അനുഭവിക്കാൻ പരിപാകം വന്ന കർമ്മങ്ങൾ എത്ര ഉണ്ട്. ആ അനുഭവിക്കാൻ പരിപാകം വന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണല്ലോ നമ്മൾ ശരീരം എടുക്കണം. അപ്പോൾ നമ്മുടെ കർമ്മബന്ധനങ്ങളും അതിലെ അനുഭവിക്കാൻ തക്ക പരിപാകമായിട്ടുള്ള കർമ്മങ്ങളുടെ എണ്ണവും വണ്ണവും, എത്ര കഠിനമായിട്ടുള്ള കർമ്മങ്ങളോ എത്ര സുഹൃതമായിട്ടുള്ള കർമ്മങ്ങളോ, അതൊക്കെ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ ബാധിക്കും. അത് നമുക്കറിയില്ല. അപ്പോൾ ശരിക്കും പറയാച്ചാൽ എന്താ ഏകദേശം പറയണത്, എനിക്കൊന്നും മനസ്സിലാവണില്ല, എനിക്കൊന്നും അറിയില്ല. എനിക്ക് വേഗം ഈ ഖട്വാങ്കിനെ പോലെ വേഗം മോക്ഷം നൽകണമെന്ന് പറയുകയാണെന്ന് ഞങ്ങൾക്ക് പറയാം. അതാണ് ഇതിൽ ഈ നവമസ്കന്ധത്തിൽ നവമാധ്യായത്തിലാണ് കേട്ടോ ഇത് ഈ ഖട്വാങ്കൻ്റെ കഥ വരണത്. നമ്മൾ കണ്ടിരുന്നു, അത് ഓർമ്മയുണ്ടെങ്കിൽ. അപ്പോൾ 2 നാഴികയുള്ളൂ വെച്ചാൽ പിന്നെ എന്ത് വരാ വേണ്ടത്. അതുകൊണ്ടാണ് പൂർണ്ണ വൈരാഗ്യം വന്നു ബ്രഹ്മധ്യാനത്തിൽ മുഴുകി വേഗം മോക്ഷം ലഭിച്ചു. അതാണ് ഇതിൽ പറയണത്. എന്താ വെച്ചാൽ ഭഗവാന്റെ ഇച്ഛകളൊന്നും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് പരസ്പര വിരുദ്ധങ്ങളായിട്ടൊക്കെ തോന്നണതേ. അതായത് ഇന്ന വണ്ണാണ് പിന്നെ എന്താ വെച്ചാൽ ഇപ്പം ഈ പാണ്ഡ്യരാജാവ് ഇന്ദ്രദ്യുമ്നൻ ജന്മാന്തരങ്ങളിൽ വളരെ കാലം കഠിന തപസ് പിന്നെ ഈ ഖട്വാങ്കൻ ജന്മാന്തരങ്ങളിലൊക്കെ വളരെ കാലം കഠിന തപസ്സൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പൂർവ്വജന്മ അതുകൊണ്ട് ബാക്കി കുറച്ചേ മുമ്പിലേക്ക് പോകാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പറ്റിയതേ. അപ്പോൾ ഈ പൂർവ്വജന്മ സ്മരണ ഇല്ലാത്ത നമുക്ക് ഈ ഭഗവാന്റെ ലീലകൾ ഇന്ന വണ്ണാണെന്നൊക്കെ മനസ്സിലാക്കാനും അതെങ്ങനെയൊക്കെ ആയിരിക്കുന്നു അതിനെ ചോദ്യം ചെയ്യാനോ അതെന്താണെന്ന് നിശ്ചയിക്കാനോ ഒന്നും ആർക്കും പറ്റില്ല. അതൊക്കെ ഭഗവതി ഇച്ഛ. അപ്പം ഖട്വാങ്കിനെ പോലെ എനിക്ക് മുക്തി നൽകണമെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? അതിപ്പോൾ നമുക്കും ആക്ച്വലി
പിന്നെ എഴുത്തച്ഛനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശ്വര ഖട്വാങ്കനെ പോലെ. ഇതിൻ്റെ ഒന്നും ഭഗവാന്റെ ലീലകളുടെ പൊരുളൊന്നും എനിക്കറിയില്ലേ. അതുകൊണ്ട് ഖട്വാങ്കനെ പോലെ എനിക്കും വേഗം മുക്തി തരണേ. ഇതൊക്കെ കാണുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പരസ്പര വിരുദ്ധമായിട്ടൊക്കെ കാണിക്കണ അങ്ങെന്ന് പറയാൻ തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിൻ കളികളെ ഇപ്പോലെ എന്നാണ് പറയുന്നത്. വിരുദ്ധങ്ങളായവകളെന്ന്, പരസ്പര വിരുദ്ധങ്ങളായിട്ടൊക്കെ തോന്നുന്നു. എനിക്കൊന്നും അറിയില്ല, എന്നെ അനുഗ്രഹിക്കണേന്ന്. അതാണ് ഇത്. അപ്പം നമുക്ക് ഒന്നും കൂടിയും ചെയ്യാം, ഒരു ശ്ലോകം കൂടിയും ചെയ്യാം. ഇപ്പം ഞാൻ 31 ഒന്നും കൂടി വായിച്ച് നമുക്കിതേപോലെ തന്നെയാണ് അടുത്തതും 32 കൂടി ചെയ്യാം കേട്ടോ. ഖട്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി, എന്തന്യായം എന്ന്. ഒട്ടല്ല നിൻകളികളിപ്പോലെ ഇതുപോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമാം. ഇനി നമുക്ക് 32 വായിക്കാം ഞാൻ. ഗർവിച്ചു വന്നൊരു ജരാസന്ധനൊടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. അവ്വാരിധൗ ദഹനബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി നാരായണായ നമ. ഒരു ദിക്കിൽ യുദ്ധം ചെയ്യാൻ വന്ന ആ യുദ്ധത്തിന് എതിർത്ത് വന്ന ആളെ പേടിച്ചോടുക, വേറൊരു ദിക്കിൽ സമുദ്രം തന്നെ തിളപ്പിക്കാൻ റെഡിയാണ്. അങ്ങനെയുള്ള വളരെ വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലെന്താ പറയണ വെച്ചാൽ, അതായത് പിന്നെ ജരാസന്ധൻ്റെ കഥയാണ് പറയണത്. അതാവോ യുദ്ധത്തിൽ ഗർവിച്ചു വന്നൊരു എന്ന് പറഞ്ഞാലോ അഹങ്കാരത്തോടുകൂടി എതിർത്ത് വന്ന ജരാസന്ധനോട്, ഈ മഗധരാജാവായിട്ടുള്ള ജരാസന്ധനോട് ചൊവ്വോടെ നിൽപ്പതിന്, എതിർത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നതിന് നിനക്ക്, ഹേ ഭഗവാനെ, അങ്ങയ്ക്ക് ബലം പോരാന്ന് ഞാൻ കണ്ടു. ഓടേണ്ടി വന്നു പേടിച്ചിട്ടാണ്. അവ്വാരിധൗ എന്നാലോ ഈ ആളെന്നെ, ഈ അങ്ങനെ ആ അഗാധവും അപാരവുമായ വാരിധിയിൽ, സമുദ്രത്തിൽ, അവ്വാരിധൗ എന്ന് പറഞ്ഞാൽ എന്താ, ആ അഗാധവും അപാരമായിട്ടുള്ള സമുദ്രത്തിൽ ദഹനബാണം തൊടുത്ത്, മീൻസ് ആഗ്നേയാസ്ത്രം കൊണ്ട് ആ സമുദ്രജലത്തെ മുഴുവൻ എങ്ങനെ തിളപ്പിപ്പതിന്നു മതി. ജരാസന്ധനെ കണ്ട് പേടിച്ചോടിയ അതേ ഭഗവാൻ തന്നെയാണ് വരുണ ഭഗവാനോട് ദേഷ്യം വന്ന് ആഗ്നേയാസ്ത്രം അയച്ച് സമുദ്രം തിളപ്പിക്കാൻ പുറപ്പെട്ടത്. അതിനുള്ള ശക്തിയുണ്ട്, പക്ഷെ ജരാസന്ധനോട് തീർക്കാൻ ശക്തിയില്ല. അപ്പോൾ എന്തൊരത്ഭുതമാണ് നാരായണായ നമ, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലെന്താ കഥ വെച്ചാൽ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാട്ടോ. അതായത് ഈ ജരാസന്ധൻ എന്ന് പറഞ്ഞാൽ ആരാറിയോ? മഗധരാജാവാണ് ജരാസന്ധൻ്റെ കഥ, ജന്മത്തിൻ്റെ കഥയും ഞാൻ ചുരുക്കിയെന്ന് പറയാം. അതായത് ജരാസന്ധൻ്റെ അച്ഛന് 2 ഭാര്യമാരുണ്ടായിരുന്നു. എത്ര കാലമായിട്ടും കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഭൃഗുമഹർഷി, അങ്ങനെ രാജധാനിയിലൊക്കെ വരുമല്ലോ മഹർഷിമാരെ, ഭൃഗുമഹർഷി അവിടെ വന്നപ്പോൾ ഈ സങ്കടം പറഞ്ഞു. അപ്പോൾ ഭൃഗുമഹർഷി ഒരു മാങ്ങ കൊടുത്തു. അപ്പം എന്ത് ചെയ്തു രാജാവ്, 2 ഭാര്യമാർക്കും ഒരുപോലെ കൊടുക്കണ്ടേ, മാങ്ങ 2ആയി പകുതി ആയിട്ട് പൂളിയിട്ട് ഈ 2 ഭാര്യമാർക്കും കൊടുത്തു. അവർ കഴിച്ചു. അവർ പ്രഗ്നൻ്റായി. അവർ കഴിഞ്ഞ് പിന്നെ പ്രസവിച്ചപ്പോൾ എന്താ അറിയോ, ഒരു കുട്ടിയുടെ പകുതി ഒരു ഭാര്യ പ്രസവിച്ചു, ആ കുട്ടിയുടെ തന്നെ മറ്റേ പകുതി മറ്റേ ഭാര്യയും പ്രസവിച്ചു. ജീവനില്ല. 2 ഭാഗവും കൂടിയാലല്ലേ ഒരാളാവുള്ളൂ. അപ്പോൾ ജീവനില്ല. അപ്പോൾ രാജാവ് അത് എടുത്ത് പിന്നെ ഈ ഭൃത്യന്മാരോട് അത് കളഞ്ഞോളാൻ പറഞ്ഞു, ട്രാഷിലിട്ടോളാൻ പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഈ രാത്രിയൊക്കെ ഈ രാക്ഷസിമാരൊക്കെ മാംസം തിന്നാൻ നടക്കുമല്ലോ, ആൾക്കാരെ കൊന്നു തിന്നെയൊക്കെ. അപ്പോൾ ഈ ജര എന്ന് പറഞ്ഞിട്ട് രാക്ഷസി ഈ മാംസത്തിൻ്റെ വാസന, ഈ കളഞ്ഞ ഭാഗത്തുനിന്ന് വാസന അങ്ങനെ കേട്ടിട്ട് ജര പറഞ്ഞ രാക്ഷസി അവിടെ വിശപ്പോടുകൂടി വന്ന രാക്ഷസി അവിടെ എത്തിയപ്പോൾ ഒരു കുട്ടിയെ 2ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ച പോലെ അവിടെ കിടക്കണു വേഗം. അപ്പോൾ ഒരു സ്ത്രീയാണല്ലോ, അപ്പോൾ ഒരു ഭാവമൊക്കെ വന്നിട്ട് വേഗം ജര ആ ദേഹങ്ങളെ ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു. അപ്പം ജീവനങ്ങുണ്ടായി. അതായത് ജരയാൽ സന്ധിപ്പിക്കപ്പെട്ടവൻ ആണ് ജരാസന്ധൻ.
ജര എന്ന രാക്ഷസിയാൽ കൂട്ടിച്ചേർക്കപ്പെട്ടവനായതുകൊണ്ടാണ് ജരാസന്ധൻ എന്നുള്ള പേരുണ്ടായി. അങ്ങനെ ജരാസന്ധൻ അപ്പോൾ കുട്ടി കരഞ്ഞപ്പോൾ ഈ രാജാവ് മേടിക്കുകയും ചെയ്തു കുട്ടിയെ. കുട്ടി കരഞ്ഞു ജീവൻ വന്നപ്പോൾ അപ്പം ജരയെ പറഞ്ഞയച്ചു അത് മേടിച്ചു. അത് വളരെ ശക്തിമാനാണ് ജരാസന്ധനെ. അനവധി രാജാക്കന്മാരെയൊക്കെ പിന്നെ എന്താ പറയുക പിന്നെ കീഴടക്കിയിട്ട് ദിഗ്വിജയമൊക്കെ നേടിയിട്ട് അവരെ മുഴുവൻ തൻ്റെ ജയിലിലൊക്കെ ഇട്ട ആളാണ്. വളരെ ശക്തനാണ്. ഈ ജരാസന്ധൻ്റെ 2 പെൺമക്കളുണ്ട്, അസ്ഥിയും പ്രാപ്തിയും. അസ്ഥിയും പ്രാപ്തിയാണ് കംസൻ വിവാഹം കഴിച്ചത്. അപ്പോൾ കംസനെ കൊന്നപ്പോൾ ജരാസന്ധൻ്റെ 2 പെൺകുട്ടികളും വിധവകളായി. ആ കുട്ടികളെ ജരാസന്ധനോട് പോയിട്ട് ഒരുപാട് സങ്കടം പറയും. ഇങ്ങനെ കൃഷ്ണൻ ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട ഈ കംസനെ കൊന്നു, ഞങ്ങളിങ്ങനെ അനാഥകളായി വിധവകളായി എന്ന് പറഞ്ഞപ്പോൾ ജരാസന്ധന് കൃഷ്ണനോട് അങ്ങേയറ്റം ദേഷ്യം. അപ്പോൾ ജരാസന്ധൻ, അങ്ങനെയാണ് ഭാഗവതത്തിൽ വിസ്തരിച്ച കഥ അങ്ങനെയാണല്ലോ. അപ്പോൾ ജരാസന്ധൻ യുദ്ധത്തിന് വരും പിന്നെ എന്താണ് മധുരയിലേക്ക്. അപ്പോൾ പിന്നെ ഭഗവാൻ എന്ത് തീർച്ചയാക്കും, ഭഗവാൻ കൊല്ലണ്ടെന്ന് ആദ്യം തന്നെ തീർച്ചയാക്കും ജരാസന്ധനെ ഇട്ടു. പക്ഷേ ഭഗവാൻ പിന്നെ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ, ശരിക്കും പറയാച്ച ആദ്യത്തെ പ്രാവശ്യം തന്നെ വേണമെങ്കിൽ കൊല്ലാം. ബലരാമൻ പിടിക്കും കൂടിയും ചെയ്തു, പിടിച്ചു. പക്ഷേ വിട്ടോളാൻ പറഞ്ഞു. എന്താ വെച്ചാൽ ഓരോ പ്രാവശ്യവും 23 അക്ഷൗഹിണിയും കൊണ്ടാണ് വരണതേ. ഒരക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ തന്നെ 61,870 ആന, 61,870 പിന്നെ കുതിര അല്ല രഥം, പിന്നെ എത്രയോ അതിലിരട്ടി 60 ലക്ഷം കുതിര, പിന്നെ 1,00,000 സംതിങ് ആള്, ഇതൊക്കെ ചേർന്നതാണ് ഒരു അക്ഷൗഹിണി. അങ്ങനെ 23 അക്ഷൗഹിണിയായിട്ടാണ് വരണത്. അപ്പോൾ വന്നപ്പോൾ ശരിക്കും ആദ്യത്തെ പ്രാവശ്യം ബലരാമൻ പിടിച്ച് കിട്ടിയപ്പോൾ വിട്ടോളാൻ പറഞ്ഞു. അയാളെ മാത്രമേ, ബാക്കി എല്ലാവരെയും കൊന്നു, കൂടെ വന്ന ഈ അക്ഷൗഹിണിയൊക്കെ കൊന്നു. 23 അക്ഷൗഹിണിയും കൊന്നു, ഇയാളെ മാത്രം വെറുതെ വിട്ടു. എന്താണ് ഭഗവാൻ അങ്ങനെ ചെയ്യാൻ കാരണം? എന്നാൽ പിന്നെയും വരും. അപ്പോൾ അത്രയും ദുഷ്ടന്മാരെ, ജരാസന്ധൻ്റെ കൂടെയുള്ള ദുഷ്ടന്മാരെ, അത്രയും രാജാക്കന്മാരെ കൊല്ലാലോ, അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഭൂമിയുടെ ഭാരം കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ജരാസന്ധൻ 17 പ്രാവശ്യം വന്നു ആകെ. അപ്പോഴും കൊന്നില്ല ഭഗവാൻ. ഒന്നാമത്തെ ജരാസന്ധന് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യമില്ല. അത് തീർച്ചയായിട്ടും ഭഗവാൻ എന്തായാലും പിന്നെ ഈ ഭൂമി ഭാരം തീർക്കാനേ ഓരോ പ്രാവശ്യവും കുറേ ആൾക്കാരെ കൊണ്ടുവരുമല്ലോ, ഫ്രണ്ട്സിനെ, ചീത്ത, എല്ലാം പൊട്ട രാജാക്കന്മാരാണ്, എല്ലാം ദുഷ്ടന്മാരാണ്. അവരെയൊക്കെ കൊല്ലാമെന്ന് വിചാരിച്ചു, ഭൂമിയുടെ ഭാരം തീർക്കാമെന്ന് വിചാരിച്ചു 17 പ്രാവശ്യം വന്നിട്ടും കൊല്ലാതെ വിട്ടു. എന്നിട്ട് 18ാമത്തെ പ്രാവശ്യം അതിലും അധികം അക്ഷൗഹിണി, 23 അക്ഷൗഹിണി തന്നെ ആയിരിക്കും, എന്തായാലും ആദ്യ യുദ്ധത്തിന് വരണം തീർച്ചയാക്കി ഒരുങ്ങുകയാണ്. ആ സമയത്ത് തന്നെയാണ് കാലയവനൻ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ എന്താണ് യവന രാജാവ്. യവനൻ എന്ന് പറഞ്ഞാൽ ഗ്രീസാണ്. യവനം ഗ്രീസാണ് അത്ര. എന്തായാലും അലക്സാണ്ടറൊക്കെ പോലെയാവും. എന്തായാലും ഈ കാലയവനൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് വന്നപ്പോൾ ഭഗവാൻ അറിയാം ഇപ്പോൾ പിന്നെ ഇയാളും വരുന്ന ആരെ പിന്നെ ഇപ്പം തന്നെ 18ാമത്തെ പ്രാവശ്യം ജരാസന്ധനും വരുന്ന അറിയാം കേട്ടോ. കാലയവനും വന്നപ്പോൾ കാലയവനെ അതെ ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലാൻ സാധിക്കില്ല വിചാരിച്ചിട്ട് ആ വേഗം ഓടിപ്പോവും ഒരു മലയിലേക്ക് ഭഗവാൻ. എന്നിട്ട് അവിടെ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവും ഭഗവാൻ. അപ്പോൾ ഈ കാലയവനും കൂടെ അങ്ങോട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഗുഹയുടെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ പിന്നെ എന്താണ് മുജുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉറങ്ങുന്നുണ്ട്. അദ്ദേഹം ഇതുപോലെ ഖട്വാങ്കനെ പോലെ ദേവന്മാരെ സഹായിക്കാൻ പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ചെയ്തിട്ട് ഉറക്കമില്ലാതെ അനവധി കാലമുണ്ടായി, അതായത് ഡിപ്രൈവ്ഡ് ഓഫ് സ്ലീപ്പായിട്ട്. അപ്പോൾ ദേവന്മാർ വരാറാകുമ്പോൾ എന്താ വരം വേണ്ട പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ശല്യമില്ലാതെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പിന്നെ ഗുഹയിൽ പോയി കിടന്നോളാൻ പറയും. എന്നിട്ട് ഒന്നും കൂടിയും പറയും ദേവന്മാരെ ആരെങ്കിലും ഉണർത്തിച്ചോട്ടെ, അവരെ അങ്ങയുടെ കണ്ണ് അവരിൽ പതിഞ്ഞാൽ അവർ ഭസ്മാവ് അതും കൂടി കൊടുക്കും. ചോദിച്ചിട്ടുള്ളതല്ല, ചോദിക്കാണ്ട് തന്നെ ആ വരം കൊടുക്കും. അവിടെ കൊടുന്ന് ഉറങ്ങിക്കോളൂ. ആരെങ്കിലും അങ്ങയുടെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്തു വെച്ചാൽ അങ്ങ് മിഴിച്ച് ആരെ മുഖത്തേക്ക് നോക്കണോ ആ ആൾ ഭസ്മാവെന്നും കൂടിയും പറഞ്ഞു കേട്ടോ. അപ്പം ഈ ഭഗവാൻ വേണച്ചിട്ടാണ് ഭഗവാൻ ആ മുജുകുന്ദ മഹാരാജാവ് കിടന്നുറങ്ങണ ആ ഗുഹയിലേക്ക് പോയി. പക്ഷെ ഭഗവാനെ അറിയാം, ചവിട്ടൊന്നും ചെയ്യാതെ സൈഡിൽ കൂടെ അകത്ത് പോയി നിന്നു. അപ്പോൾ കാലയവനെ അറിയില്ല മുജുകുന്ദൻ അവിടെ കിടക്കുന്നുണ്ടെന്ന്. അവിടെ ചെന്നു, എന്തോ കാലുമ്പ് തടഞ്ഞപ്പോൾ ഭഗവാനാ മനസ്സിൽ വിചാരിച്ചു, ആഹാ നീ ഇവിടെ വന്ന് കിടക്ക് ഉറങ്ങുകയാണോ പറഞ്ഞൊരൊറ്റ ചവിട്ട്. മുജുകുന്ദൻ ഉറക്കണമെന്നു
ഡിസ്റ്റർബ് ചെയ്തില്ലേ ഇപ്പോൾ? നേരെ ഇങ്ങോട്ട് നോക്കിയില്ലേ, അപ്പം ഭസ്മായി കാലയവനൻ. അപ്പം ഭഗവാൻ വേഗം മുചുകുന്ദനെ പ്രത്യക്ഷമാവും. എന്നിട്ട് മുചുകുന്ദൻ്റെ വലിയ കാർത്തികേയമായിട്ടുള്ളൊരു സ്തുതിയൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ എന്താണ് ഭാഗവതത്തിൽ. അതങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഭഗവാൻ ഈ ഗുഹയിലിരിക്കുമ്പോൾ തന്നെ അപ്പളയ്ക്കും ഈ 18ാമത്തെ പ്രാവശ്യം ജരാസന്ധൻ വന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു അറിയോ? വരുന്നുണ്ട് മനസ്സിലായപ്പോൾ ഭഗവാൻ ഈ പാവം മധുരയിലത്തെ ആൾക്കാർ എത്ര കാലമായി യുദ്ധത്തിനിങ്ങനെ യുദ്ധം കഴിഞ്ഞാൽ യുദ്ധം അങ്ങനെ ഈ 17 യുദ്ധമൊക്കെ അവരനുഭവിച്ചു. ഇനി അവരൊന്നും അനുഭവിക്കേണ്ട വിചാരിച്ചു വേഗം രാത്രിക്ക് രാത്രി പിന്നെ ദേവന്മാരുടെ ശില്പിയായിട്ടുള്ള വിശ്വകർമാവിനോട് പറഞ്ഞ് സമുദ്രത്തിന് നടുക്ക് ഒരു നല്ല ഒരു വലിയ ഒരു ദ്വീപ് നിറച്ച് ബിൽഡിങ്സായിട്ട് ദ്വാരക അങ്ങോട്ട് പണിയിച്ചു വിശ്വകർമാവിനോട് പറഞ്ഞിട്ട്. ദേവന്മാരുടെ ആർക്കിടെക്റ്റാണ് കേട്ടോ. എന്നിട്ട് രാത്രിക്ക് രാത്രി ഭഗവാന്റെ യോഗശക്തി കൊണ്ട് മധുരയിലുള്ളവരെ എല്ലാവരെയും അങ്ങോട്ട് മാറ്റി. ഉണർന്ന് നോക്കുമ്പോൾ അവരൊക്കെ ദ്വാരകയിലായിരുന്നു, രാത്രി ഉറങ്ങുമ്പോൾ മധുരയിലായിരുന്നു. അങ്ങനെ ഭഗവാൻ മാറ്റി അവരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് ജരാസന്ധൻ വന്നപ്പോൾ ജരാസന്ധനെ കൊല്ലാൻ ഭഗവാൻ തയ്യാറല്ല. ജരാസന്ധൻ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ ഭാഗ്യമില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആദ്യം ഒരു സൂത്രം ചെയ്തു. അവിടെ എന്തോ ഒരു മലയുടെ പേര് ഞാൻ മറന്നു. ആ മലയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയിട്ട് പിന്നെ അപ്രത്യക്ഷമായി പോലെ. അതായത് ജരാസന്ധൻ പിന്നാലെ ഓടുന്നുണ്ട്, ഭഗവാൻ മുമ്പിൽ ഓടുന്നുണ്ട്. ഓട്ടിപ്പോയി ബലരാമനും ഭഗവാനും കൂട്ടി. അപ്പോൾ ജരാസന്ധൻ വിചാരിച്ചു ഭഗവാൻ പേടിച്ചോടുകയെന്ന്. കാലയവനും വന്നു. അപ്പോൾ ഇപ്പോൾ ഇളം വന്നപ്പോൾ എന്നെ പേടിച്ചോടുകയെന്ന് വിചാരിച്ചു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ പ്രശ്രവണം എന്നാ തോന്നുന്നുണ്ട്, പ്രശ്രവണം എന്നുള്ള ആ മലയുടെ അവിടെ കയറിയിട്ട് ഭഗവാൻ വേഗം ബലരാമനും ആ സമുദ്രത്തിലേക്ക് അങ്ങോട്ട് ചാടും. എന്നിട്ട് നീന്തി ദ്വാരകയിൽ അങ്ങോട്ട് എത്തും. പക്ഷേ ആ ചാടണതും നീന്തി രക്ഷപ്പെടണതൊന്നും പിന്നെ ജരാസന്ധൻ കണ്ടില്ലേ. ജരാസന്ധൻ ആ മല അങ്ങോട്ട് കത്തിച്ചു. അവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് ഭഗവാനും ബലരാമനെന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് കത്തിച്ച് അവർ മരിച്ചു എന്നങ്ങോട്ട് തീർച്ചയാക്കി അവനോ തന്നെ. എന്നിട്ട് വിജയശ്രീലാളിതനായിട്ട് മഗധയിലേക്ക് മടങ്ങി. അങ്ങനെയാണ് കേട്ടോ ആ കഥ. അപ്പോൾ ഇതിലെന്താ പറയണ വെച്ചാൽ ആ പേടിച്ചോടിയ ഭാഗമാണ് ആര് പറയണത്? എഴുത്തച്ഛൻ പറയണതേ. അതായത് എന്താ അങ്ങയുടെ ഓരോ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ളത്. ജരാസന്ധൻ 18ാമത്തെ പ്രാവശ്യം യുദ്ധം ചെയ്യാമെന്നപ്പോൾ പേടിയാണ് നടിച്ച് ഓടിപ്പോയി. എന്നിട്ട് ജരാസന്ധൻ കണ്ടതുമില്ല, സുഖമായി ദ്വാരകയിലെത്തി. അതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ പേടിച്ചോടി. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കുക പേടിച്ചോടി എന്നല്ലേ. എന്നിട്ടോ അതേ ഭഗവാൻ തന്നെയാണ് ശ്രീരാമാവതാരത്തിൽ പിന്നെ സമുദ്രം കടക്കാൻ പറ്റാഞ്ഞപ്പോൾ വരുണനോട് പറഞ്ഞു. പിന്നെ വരുണനോട് പറയില്ലേ വെള്ളം 2 ഭാഗത്തേക്ക് നീക്കാൻ പറയുമ്പോൾ കൂട്ടാക്കിയില്ലേ. അപ്പം ദേഷ്യം വന്നിട്ട് എന്താ ചെയ്തത്? ആ ആഗ്നേയാസ്ത്രം തൊടുത്തു. അതിലിങ്ങോട്ട് വീണപ്പളയ്ക്ക് അങ്ങോട്ട് വെള്ളം തിളച്ച് അങ്ങോട്ട് ആവിയായിട്ട് സമുദ്രം മുഴുവനും ഇങ്ങോട്ട് വറ്റാറായി. അങ്ങനെ ഉണ്ടായില്ലോ. അപ്പോൾ വാരി തിളപ്പിക്കൽ അതാണ്. എന്താ വെച്ചാൽ രാമൻ പിന്നെ ലങ്കയിലെത്താൻ വേണ്ടി സമുദ്രത്തിന് മുമ്പിൽ എത്തിയപ്പോൾ സമുദ്രത്തിനോട് പ്രാർത്ഥിച്ചു ആദ്യം. അപ്പോൾ 3 ദിവസം പ്രാർത്ഥിച്ചിട്ടും ഈ വരുണ ഭഗവാൻ വഴി കൊടുത്തില്ലേ. അപ്പോൾ ദേഷ്യം വന്നിട്ടാണ് ലക്ഷ്മണനോട് വില്ലും അമ്പും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആഗ്നേയാസ്ത്രം അങ്ങോട്ട് ഉപയോഗിച്ചു. അപ്പം അങ്ങോട്ട് വെള്ളം തിളച്ചു. അപ്പോഴേക്കും പേടി ഈ വെള്ളം മുഴുവൻ പറ്റിയാൽ അപ്പോഴേക്കും വരുണൻ വന്നു കിട്ടുമോ. എന്നിട്ട് പിന്നെ എന്താണ് മാപ്പ് പറഞ്ഞ് ഇതാവും. അപ്പോൾ അതേ ഈ എന്താ പറയുക, ജരാസന്ധനെ പേടിച്ച അതേ ആളാണ് വരുണനെ പേടിപ്പിച്ചത്. വരുണൻ ആരാ? സമുദ്രത്തിൻ്റെ ഈശ്വരനാണ് അല്ലേ വരുണൻ, ജലത്തിൻ്റെ ഈശ്വരനല്ലേ. അങ്ങനെയുള്ള വരുണനെ, ദിക്പാലകന്മാരിലൊന്നാണ്, അങ്ങനെയുള്ള വരുണനെ പേടിപ്പിച്ച ആൾ തന്നെയാണ് ജരാസന്ധനെ കണ്ട് പേടിച്ചോടിയത്. എങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങയുടെ ഈ ലീലകൾ മനസ്സിലാക്കാൻ പറ്റുക? കണ്ടാൽ പരസ്പര വിരുദ്ധ തോന്നില്ലേ? പേടിച്ചോടിയ ആളെന്നെ വരുണനെ പേടിപ്പിച്ചു അല്ലേ. അപ്പം എനിക്കൊന്നും മനസ്സിലാവില്ലേ നാരായണായ നമഃ എന്ന് പറയുകയാണ്. അപ്പം ഈ 2 ശ്ലോകത്തിൽ ഈ 2 കഥകളും പറഞ്ഞിട്ട് അതിനു മുമ്പത്തെ കഥയും. അപ്പം എന്താ പറയണ വെച്ചാൽ ഓരോരുത്തരുടെയും പൂർവ്വജന്മവാസനയും കർമ്മബന്ധനും അനുസരിച്ചിട്ടാണ് നമുക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല.
ഇതെല്ലാം എനിക്കൊന്നും അറിയില്ലല്ലോ ഭഗവാനേ. നാരായണായ നമ. എന്നെ അനുഗ്രഹിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മളെ അനുഗ്രഹിക്കണേ, എനിക്ക് മോക്ഷം തരണേ എന്നൊക്കെ പറയാം. പക്ഷെ ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ആരാണ്? നമ്മുടെ അളവ് പോലെ വെച്ച് ഇതൊന്നും അളക്കാൻ പറ്റില്ല. ഭഗവാന്റെ ഇച്ഛ ഭഗവാന് മാത്രമേ അറിയുള്ളൂ എന്നും കൂടിയുണ്ട് ഇതിലർത്ഥം. അപ്പോൾ നമുക്ക് 32 വായിച്ച് ഈ സെഷൻ നിർത്താം. ഗർവിച്ചു അല്ലേ? അതെ, അയ്യോ ഞാൻ ആ പേജ് മറിഞ്ഞു കേട്ടോ, ഒന്ന് വായിക്കട്ടെ. ഗർവിച്ചു വന്നൊരു ജരാസന്ധനൊടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. അവ്വാരിധൗ ദഹന ബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി. നാരായണായ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.